പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. ഇതാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താ, മുൻപ് നടന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത്. അപ്പം ഐ വാസ് വാക്കിംഗ് എന്നാണോ വരിക, ഐ വേർ വാക്കിംഗ് എന്നാണോ വരിക പാസ്റ്റ് കണ്ടിന്യൂസിൽ? ഐ വാസ് വാക്കിംഗ് എന്നാണ് വരിക അല്ലേ. വാസ് എന്ന് പറയുന്നത് നടക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഐ വാസ് വാക്കിംഗ് എന്ന് പറയുന്നത്, വാസ് വാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ വാസ് വാക്കിംഗ് ത്രൂ ദ മാൾ എന്നാണ് പറയുക. ഐ വേർ വാക്കിംഗ് ത്രൂ ദ മാൾ എന്ന് പറയില്ല പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഐ വാസ് വാക്കിംഗ് ത്രൂ ദ മാൾ എന്നാണ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹീ ഡാഷ് ക്രിക്കറ്റ് അൺടിൽ 4 o'clock. എന്താ വരിക? വാസ് പ്ലേയിങ് അല്ലേ, പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ, വാസ് പ്ലേയിങ് എന്നാണ് വരിക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യു ഡാഷ് ദ സൺസെറ്റ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ എന്താ വരിക? അപ്പോൾ എന്താ, വാച്ചിങ്ങിന് വരും അല്ലേ. അപ്പോൾ വാച്ചിങ്ങിൻ്റെ മുന്നേ എന്താ വരിക? യു വർ വാച്ചിങ് അല്ലേ, യു വർ വാച്ചിങ് ദ സൺസെറ്റ് ലാസ്റ്റ് നൈറ്റ്. ദേ ഡാഷ് അറ്റ് ദ സെയിം ഹോട്ടൽ ദാറ്റ് ഇയർ. ദേ വർ സ്റ്റേയിങ് അറ്റ് ദ സെയിം ഹോട്ടൽ ദാറ്റ് ഇയർ എന്നാണ് വരിക. ഓക്കെ, റാണി ഡാഷ് ദ കോഫി വെൻ ഷീ വോക്ക് അപ്പ്. അപ്പം റാണി വാസ് സ്മെല്ലിങ്, പാസ്റ്റ് അല്ലേ, വാസ് സ്മെല്ലിങ് ദ കോഫി വെൻ ഷീ വോക്ക് അപ്പ്. മൈ ഡോഗ് ഡാഷ് ലൗഡ്ലി അറ്റ് ദ കാറ്റ്. മൈ ഡോഗ് വാസ് ബാർക്കിംഗ് എന്നാണ് വരിക. വാസ് ബാർക്കിംഗ് ലൗഡ്ലി അറ്റ് ദി കാറ്റ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? Fill in the blanks with the correct form of the verb in past continuous tense. Okay, the rain fall, ബ്രാക്കറ്റിൽ fall എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാർഡ്, റെയിൻ ഫോൾ എന്ന് പറഞ്ഞിട്ട് ഡാഷ് ആണ്. ഹാർഡ് വെൻ വി ഗോട്ട് ഹോം, മഴ ശക്തിയായി പെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ വരിക. റെയിൻ വാസ് ഫോളിങ് ഹാർഡ് വെൻ വി ഗോട്ട് ഹോം. അത് തന്നെ ചെയ്തില്ലേ? അപ്പോൾ അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തെ, വി ജോഗ് വെർ ജോഗിങ് ആഫ്റ്റർ വർക്ക് യെസ്റ്റർഡേ. വെർ ജോഗിങ് എന്നാണ് അവിടെ വരിക. അമിത് വാസ് റൈറ്റിംഗ് എ ലെറ്റർ ഇൻ ദിസ് മോർണിംഗ്. ഡോക്ടർ ജയേഷ് വാസ് കോളിംഗ് ഹിസ് പേഷ്യൻറ്റ് ഏർലിയർ ടുഡേ. അവിടെ കോൾ എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, അത് വാസ് കോളിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ വേറോ വാസോ വെച്ചിട്ട് എഴുതുക. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് ചെയ്യുക, എഴുതുക. My brother and I were buying bread for breakfast and at 9 o'clock in this morning. Okay, they bracketly bake dash 12 pies yesterday. They were baking എന്ന് പറയാം. they എന്നൊക്കെ വരുമ്പം വേറെ ആദ്യം വരിക. ഓക്കെ, അവിടെ വാസ് വരില്ല. മിസ്റ്റർ ശർമ്മ ബ്രാക്കറ്റിൽ ടീച്ച് 3 classes ലാസ്റ്റ് ഇയർ. വാസ് ടീച്ചിങ് എന്നാണ് വരിക. വാസ് ടീച്ചിങ്, വേർ ടീച്ചിങ് വരില്ല, വാസ് ടീച്ചിങ് ആണ് വരിക. ഓക്കെ,